വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാ സൊല്യൂഷൻസ്. ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു സീ ദ ക്രോപ്പ് വ്യൂ. നമുക്ക് ഈ ഓരോരോ വ്യൂസിൻ്റെയും സെപ്പറേറ്റ് വ്യൂസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതിനകത്ത് എലിവേഷൻസ് ആകുമ്പോഴത്തേക്കും സൗത്ത് എന്നുള്ളൊരു എലിവേഷൻ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ ഒരു വ്യൂ നമുക്ക് പേപ്പറിൽ ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്രയും വ്യൂ ആയിട്ട് മാത്രമേ നമുക്ക് പ്രിൻ്റിൽ കയറും. ആ ഒരു PDF പേപ്പറിൽ കയറും, ഷീറ്റിൽ കയറും. അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ സ്ഥലം വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ ബാക്കിയുള്ള വ്യൂസ് ഒന്നും നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പേപ്പർ ഇതാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരോ വ്യൂവിനെയും കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ഈ ക്രോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ക്രോപ്പ് വ്യൂ എന്ന് പറയുന്ന ഒന്നുമല്ല, ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്കും ക്രോപ്പ് വ്യൂ എന്നുള്ളത് കാണാം. ഇപ്പുറം ഷോ ക്രോപ്പ് റീജിയൻ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഷോ ക്രോപ്പ് റീജിയൻ എന്നുള്ളത് കൊടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും ദർ ഈസ് ആൻ ഔട്ടർ ലൈൻ. കണ്ടോ, ഇപ്പം നമ്മുടെ ഒരു പ്ലാൻ വ്യൂ എന്ന് പറഞ്ഞ ലെവൽ 2യുടെ പ്ലാൻ മാത്രം നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി ഈ ഒരു ഏരിയ മാത്രം നമുക്ക് മതി, പക്ഷേ ഇത്രയും വലിയ വ്യൂ ആണ് നമ്മുടെ ക്രോപ്പ് വ്യൂ എന്നുള്ളത് കിട്ടുന്നത്. ഇപ്പോൾ ഇതിനെ നമുക്ക് സൈസ് ചെയ്യാൻ പറ്റും, മീൻസ് റീസൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ എഡിറ്റ് ക്രോപ്പ്, അതേപോലെ സൈസ് ക്രോപ്പ്. ഇപ്പം നമുക്ക് എഡിറ്റ് ക്രോപ്പ് എന്ന് പറയുന്നത് ഒരു ഇറഗുലർ ഷേപ്പായിട്ട് വേണമെങ്കിലും എടുക്കാം. അതർവൈസ് സൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ റീസൈസ് ക്രോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ദർ ഈസ് എൻ വിഡ്ത്തും ഹൈറ്റും കാര്യങ്ങൾ നമുക്ക് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അത് 830 mm 638 mm എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്കത് വേണമെങ്കിൽ മാറ്റി കൊടുക്കുമ്പോഴത്തേക്കും 500 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും അപ്ലൈ കൊടുക്കുന്നുണ്ട്. കേട്ടോ, അതങ്ങനെ ചുരുങ്ങി വരുന്നു. മാനുവലായിട്ടും ചെറുതാക്കാൻ പറ്റും ധൈര്യം. ഓക്കെ, നമ്മൾ ഈ സ്റ്റിച്ചിങ് പോയിൻ്റൊക്കെ പിടിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഈ മേക്ക് ഷുവർ ഈ ക്രോപ്പ് വ്യൂവിനകത്ത് നമുക്ക് ഈ ഒരു എലിവേഷൻ പോർഷൻസ് വന്നെങ്കിൽ മാത്രമേ എന്താവും നമുക്ക് ഈ ഒരു എലിവേഷൻസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവത്തുള്ളൂ. പിന്നെ എലിവേഷൻ ലൈൻ എന്നുണ്ടല്ലോ, അത് ഇതിനെക്കാട്ടിലും വലുതായിരിക്കും. അത്രയും സൈസ് പിന്നെ ഷീറ്റിൽ കയറും. ഇങ്ങനെ ഈ ഒരു ട്രയാങ്കിൾ പോലത്തെ സംഭവം മാത്രം ഒരു ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് ഈ എലിവേഷൻ ലൈന് കാണാൻ പറ്റും. ഇതിന് നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് സെഗ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് എലിവേഷൻ ലൈൻ. ഈ ലൈന് വരുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പോർഷൻ കാണുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതാക്കാൻ പറ്റും. ഇതിങ്ങനെ കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന സംഭവം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കുറയ്ക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്രോപ്പ് വ്യൂ എന്നുള്ളത് എടുക്കുന്നത്. ഈ ക്രോപ്പ് വ്യൂ എങ്ങനെയാണ് കാണുക എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസിനകത്ത് പ്ലാനിൽ ക്രോപ്പ് വ്യൂ എന്ന് പറയുന്ന ടിക്ക് ഉണ്ടാവും. ചിലർക്ക് ഇത് ക്രോപ്പ് വ്യൂ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പർട്ടീസിൽ ഫ്ലോർ പ്ലാൻ എടുക്കുക, ഇവിടെ ക്രോപ്പ് വ്യൂ എന്നുള്ളത് ടിക്ക് ചെയ്യുക, ക്രോപ്പ് റീജിയൻ എന്നുള്ളതും ടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോഴേ നമുക്ക് ഈ ഒരു ക്രോപ്പ് വ്യൂ എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ഫ്ലോർ പ്ലാൻ 2-ലാകുമ്പോഴത്തേക്കും നമുക്ക് ഈ എലിവേഷൻസ് ഒക്കെ ഇതിനകത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം ഹൈഡ് ചെയ്ത് കഴിഞ്ഞാലും വി ക്യാൻ ഗെറ്റ് ദറ്റ് എലിവേഷൻ ജനറേറ്റ് ആയി കിടക്കുന്ന ആ ഒരു എലിവേഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക.